എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഓൾറെഡി അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ വന്നത്. ഈ കീവേഡ് എന്തിനാണ് കൊടുക്കുന്നത്, എന്താണ് ഇതിന്റെ ഉദ്ദേശം, എന്താണ് ഇത് ആവശ്യം എന്നൊക്കെ കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഭാഷയല്ല, ലാംഗ്വേജ് അല്ല മറ്റുള്ളവരെ യൂട്യൂബിന്റെ ലാംഗ്വേജ് അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും എഐന്റെ ലാംഗ്വേജ് ഒക്കെ വേറെ ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്താ മനസ്സിലാക്കുക, കീവേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടാ. ഓൾറെഡി നമ്മളൊരു ഡോഗ് വളർത്താണ്, ഒരു പെറ്റ്സ് വളർത്താണ്. പെറ്റ് വളർത്തുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ കോഴി, ഡോഗ് എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പൊ വളർത്തുന്നുണ്ടെങ്കിൽ ഈ ഡോഗിന് കുറച്ച് നമ്മളൊരു കീവേഡ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഒന്നെങ്കിൽ സിറ്റിങ്, അല്ലാന്നുണ്ടെങ്കിൽ വാ എന്ന് മലയാളത്തിലാണെങ്കിൽ ഏത് ലാംഗ്വേജിലാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ഡോഗിന് ഒരു ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ആ ടോപ്പിക് ഓൾറെഡി ഡോഗ് എന്ത് ചെയ്യും, ക്യാച്ച് ചെയ്യും. വാ എന്ന് പറയുമ്പോഴേക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഭക്ഷണം തരാനായിരിക്കും വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വാ എന്നുള്ള വാക്ക് ഓൾറെഡി ഡോഗ് ക്യാച്ച് ചെയ്യും. അതേപോലെ കോഴി എന്ന് പറഞ്ഞാൽ കോഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും, ഞാൻ പറഞ്ഞു തരുന്നില്ല. അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ചിലപ്പോ ക്യാറ്റിനെ വിളിക്കുന്നുണ്ടാവും. ക്യാറ്റിനെ എന്തെന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടാവും. അതൊരു കീവേഡ് ആണ്. ഓക്കെ, ആ കീവേഡ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇപ്പൊ ഒരു കീവേഡ് കൊടുത്തു എന്ന് വിചാരിച്ചു. ഇപ്പൊ നമുക്ക് ഒരു കീവേഡ്, ക്യാറ്റിന്റെ കീവേഡ് അതാണ്. അപ്പൊ ക്യാറ്റ് ഓൾറെഡി നമ്മൾ വിളിക്കുന്ന സമയത്ത് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന എങ്ങനെ, ആ ക്യാറ്റിന് വേറെന്ത് പറഞ്ഞാലും മനസ്സിലാവത്തില്ല. പക്ഷെ ഈ ഒരു ശബ്ദം അതെന്ത് ചെയ്യും, ക്യാച്ച് ചെയ്യും. അതാണ് മനസ്സിലാക്കിയാൽ മതി. കീവേഡ് എന്ന് പറയുന്നത് അതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, അതാണ് കീവേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കീവേഡ്സ് കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ചോ, നമ്മളിപ്പോ യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് സെർച്ച് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്, കീവേഡ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ടോപ്പിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് കീവേഡ് യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്റെ ചാനൽ യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യും. കാരണം എന്താ വെച്ചാൽ യൂട്യൂബിന്റെ അൽഗോരിതം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കീവേഡ് യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് കീവേഡ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന സമയത്ത്, യൂട്യൂബിൽ ആരെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് അതേ കീവേഡ്സ് യൂസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ അവിടേക്ക് എത്തും, ടോപ്പിലേക്ക് എത്തും, ഫസ്റ്റിലെത്തും. അതിന്റെ കീവേഡ് മാത്രമല്ല, തമ്മയിൽ ക്വാളിറ്റി, നമ്മളെ വീഡിയോസിന്റെ ക്വാളിറ്റി, വീഡിയോസിന്റെ റീച്ച്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഓൾറെഡി സെർച്ച് ലിസ്റ്റിൽ വരിക. അപ്പൊ അതുപോലെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു.